അവനെ പറ്റി മെയിൻ ആയിട്ട് പറയുമ്പോൾ അവന്റെ ഡ്രൈവിംഗ് സ്കില്ലാണ്. ദുബായ് ചെന്ന് ഇത്തിരി നേരം എന്നാണ് അറിഞ്ഞത്. ഇവിടെ പണ്ടൊരു ദിയോ ഉണ്ടായിരുന്നു, അത് വെച്ച് അവൻ ഇനി ഇടിക്കാൻ കപ്പലും ട്രെയിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയെങ്കിലും അളിയാൻ നന്നാവും വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നല്ല കുറെ മെമ്മറീസ് ഉണ്ട്. അവളെയും കൂടെ ചേർത്ത് വെച്ച് മെമ്മറീസ് എല്ലാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും തോന്നുന്നു. എന്തൊക്കെ ചെയ്താലും ഫുൾ കോൺഫിഡൻസ് ചെയ്യും. അതാണ് അളിയന്റെ ഹൈലൈറ്റ്. ഗായത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ എനിക്കും ഗായത്രിക്കും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. എങ്കിലും എനിക്ക് ശരിക്കും മോളെപ്പോലെ, അനിയത്തിയായിട്ടല്ല, ഞങ്ങൾ ശരിക്കും ഞാൻ എൻ്റെ ഒരു മോളെപ്പോലെ ഗായത്രി നോക്കണം. കാരണം വെച്ചാൽ ഞങ്ങളുടെ കൂടെ കുഞ്ഞിലെ എൻ്റെ കൂടെ തന്നെ കളിച്ചു വളർന്ന കുറച്ച് കുട്ടിയാണുള്ളത്. അമ്മേനെ വിട്ടുമാറാതെ അച്ഛനെ പേടിയുള്ള മുഖമുള്ള ഒരു ഗായത്രി. ഗായത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ചൈൽഡിഷാണ് ആള്. പിന്നെ പെട്ടെന്ന് ഇമോഷണൽ ആവും. എന്തെങ്കിലുമൊക്കെ കാര്യമാണെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആവും. അല്ലെങ്കിൽ ഭയങ്കര ചൈൽഡിഷാണ്. അമ്മ എന്ത് പറയുവാണോ, അച്ഛൻ എന്ത് പറയുവാണോ അത് മാത്രമേ അവൾക്കറിയാം. ഇന്നൊരു പൊട്ടി പെണ്ണെന്ന് വേണമെങ്കിൽ പറയാം. இளமையின் நன்கொடையே இருக்கையை விடுத்து இறக்கையும் சேர்த்து இருகையில் சலங்கைகள் ஒலிக்க சந்தங்கள் பிறக்க சதுரிடவாமுதே சதுரிடவா பதுமையும் நீயே கச்சில் இழங்கும் கர்வமும் நீயே அச்சில் காட்ட பதுமையும் நீயே கச்சில் இழங்கும் கர்வமும் நீயே கையை விடுத்து இறக்கையும் சேர்த்து இருகையில் சலங்கைகள் ஒலிக்க சொந்தங்கள் பிறக்க சதுரிடவாமுதே All the best for our sister and wish a happy married life. എല്ലാ ഭാഗങ്ങളും ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നും ഞങ്ങളുടെ റിലേറ്റീവ്സിൽ നിന്നും എല്ലാ രീതിയിൽ നിന്നും നല്ല ഓൾ ദി ബെസ്റ്റ്. അവളുടെ ജീവിതം നിത്യസുമംഗലിയായിട്ടിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ ഗൂഗിളിന് ഹാപ്പി മാരീഡ് ലൈഫ്. I wish her all the best. சொந்தம் பந்தம் யாவும் சேர்ந்து வாழ்வதே வாழ்க்கை. இன்பம் துன்பம் யாவும் சேர்ந்து செதுக்கிடும் வாழ்வை.